ചോറിന് സൈഡായിട്ട് കൂട്ടാൻ പറ്റുന്ന നല്ലൊരു ഉണക്കമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. ഒരു പാൻ അടുപ്പിൽ വയ്ക്കുക, അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 1 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരട്ടെ. ഇത് ഹോസ്റ്റലേഴ്സിനും അതുപോലെ തന്നെ വിദേശത്ത് പോകുന്നവർക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരുപാട് കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു അച്ചാറാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. മാങ്ങയുടെ സീസണൊക്കെ ആയി കഴിയുമ്പോഴേ കുറച്ച് മാങ്ങ ഞുറുക്കിയെടുത്ത് ഉപ്പും മഞ്ഞളും ഒക്കെ തിരുമ്മി 2 ദിവസം വെയിൽ കൊള്ളിച്ചതിന് ശേഷം ഞാൻ ഫ്രീസറിൽ സൂക്ഷിച്ചതാണ് കേട്ടോ ഇത്. നമുക്ക് ഒരു പിടി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ബ്രൗൺ കളറാകണം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിനും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് ബ്രൗൺ കളറായി വരട്ടെ. എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് മഞ്ഞൾപ്പൊടി 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. എരിവുള്ളതും എരിവില്ലാത്തതുമായ മിക്സായിട്ടുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ ആവശ്യാനുസരണം എരിവിന് ആവശ്യത്തിന് ഇട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ 3 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിനകത്ത് ഡേറ്റ്സ് ഒക്കെ ഇട്ട് കൊടുത്താൽ അത് ഇച്ചിരി കൂടെ നല്ലതാണ് കേട്ടോ. ഉലുവാപ്പൊടി 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന്, മാങ്ങയിൽ ഉപ്പുണ്ട്, അത് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനേ. 2 സ്പൂണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം ഒന്ന് മിക്സാക്കാം. കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. മാങ്ങയ്ക്ക് നല്ല പുളിയുണ്ട്. പിന്നെ പ്രിസർവേറ്റീവായിട്ട് നമ്മൾ കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ, കേടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഒരു ശർക്കരയുടെ, അതായത് വെല്ലം, ഒരാണി ശർക്കരയുടെ പകുതി ഭാഗമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത് കേട്ടോ. കായപ്പൊടി അതും 1/2 സ്പൂണിൽ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉണക്ക മാങ്ങ അതും ചേർത്ത് കൊടുക്കാം. നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന മാങ്ങയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അതിനകത്ത് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഉപയോഗിച്ചാൽ മതി കേട്ടോ. 1 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്തതിന് വെച്ചതിന് ശേഷം ഇങ്ങനെ ചെയ്യാവേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും തയ്യാറാക്കി നോക്കണേ. സദ്യക്കൊക്കെ വിളമ്പുമ്പം ഇതും സൈഡിൽ ചേർത്താൽ നല്ലതാണേ. താങ്ക് യു.